ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്ര പരിശ്രമിച്ചിട്ടും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദൈവദാസന്മാരെ പലരെയും കൊണ്ടുവരുന്നുണ്ട്, അറിയാവുന്ന പരിപാടികളെല്ലാം നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഒരു ലെവലിനപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ പറ്റാത്തത് കൊണ്ടല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ വിടുതൽ നടക്കും. എന്താണ് ഈ വിടുതലുകൾ നിലനിൽക്കാത്തത്, അല്ലെങ്കിൽ ദൈവകൃപയിൽ ഒരു പരിധിക്കപ്പുറത്ത് മുന്നേറാനായിട്ട് പറ്റാത്തത്? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവിടെ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. ഫിലിസ്തീയർ സകല കൊല്ലന്മാരെ മാറ്റി എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. എന്താണ് ദൈവദാസനെ ഇതിൽ നിന്ന് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതും ഞങ്ങളുടെ പ്രശ്നവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇത് വളരെ ഗൗരവമായ ഒരാത്മിക മർമ്മമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വേദഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്നത്. ആ ഭാഗം മുഴുവനും വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. നമ്മൾ ശരിക്കും സാത്താന്യമായ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സിസ്റ്റം മനസ്സിലാക്കി ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പരിധികൾ, അതായത് ഈ അതിരുകൾ മാറും. അവിടെ എഴുതിയിരിക്കുന്നത്, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവർക്ക് അരമുണ്ടായിരുന്നു, കൊല്ലന്മാരില്ലായിരുന്നു എന്നുള്ളതാണ്. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ഒരു പഴയ നിയമ വാക്യത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് വന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്, എങ്ങനെ ഈ ഒരു പരിധികളെ നമുക്ക് പൊട്ടിക്കാം, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം, ദൈവകൃപയിൽ മുന്നേറാം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ ഇവിടെ സഭയിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. 1-2 വീഡിയോകൾ ബ്രേക്ക് ആയത്, അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് വരാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം ശരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന മെസ്സേജുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഈ അനുഭവങ്ങൾ പറയുന്നത്, അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ദൈവസന്നിധി ബലപ്പെടാനും ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും. നമ്മൾ ചില കാര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പറയുകയാണ്. ഒരുപാട് വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. പത്തനംതിട്ടയിൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് കടം കയറി ചെയ്ത ബിസിനസ്സുകളെല്ലാം തകർന്ന്, വണ്ടിയെല്ലാം കടക്കാർ കൊണ്ടുപോയി തകർന്ന് തരിപ്പണമായൊരു മനുഷ്യൻ. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം പല സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കൊന്നും പോയിട്ടൊന്നും കാര്യമായ ഗുണങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ നാട് വിട്ടുപോയി ബാംഗ്ലൂരിൽ പോയി ഓട്ടോ ഓടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തെ പോയി കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എടാ ദൈവദാസനെ പോയി കണ്ടാൽ കടം മാറുമോ? കടം മാറത്തില്ല. അപ്പോൾ പറഞ്ഞല്ല, നീ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ പെട്രോൾ ഇല്ലാത്ത വണ്ടിക്ക് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസനെ കാണാനായിട്ട് പോയി. കുറേ ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ദൈവദാസൻ ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ നാട് വിട്ട് പോകാനായിട്ടിരിക്കുകയല്ലേ, നാട് വിട്ട് നീ പോകരുത്, നീ അനേക സ്ഥലങ്ങളിൽ എൻ്റെ സാക്ഷിയാകുമെന്ന് ദൈവാത്മാവാലോചന പറയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവദാസനെ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഈ ദൈവദാസൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഏദനിൽ ആദമിനെയും ഹവ്വയെയും തെറ്റിച്ച പാമ്പ് നിൻ്റെ വീടിൻ്റെ അകത്തിരിപ്പുണ്ട്. പറഞ്ഞ് ദൈവദാസനെ അങ്ങൊന്ന് വന്നിട്ട് ഈ പാമ്പിനെ ഒന്ന് പുറത്താക്കി തരണം. അപ്പോൾ പറഞ്ഞു, ഞാൻ വന്നാൽ അത് പുറത്തു പോകും, പക്ഷെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ പാമ്പ് വീണ്ടും വന്ന് തിരിച്ചു കയറും, അതിനെ നീ തന്നെ പിടിച്ചു കളയണം. ഇദ്ദേഹത്തിന് അത്ഭുതമായി. തിരിച്ചു വീട്ടിൽ വന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു, കർത്താവേ, അതിനെ ഞാൻ തന്നെ പിടിച്ചു കളയാൻ എനിക്കൊരു കൃപ തരണം, അതിനെ എൻ്റെ കയ്യിൽ തരണം. അങ്ങനെ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. നിരന്തരമായുള്ള രോഗങ്ങൾ, അമ്മയുടെ രോഗങ്ങൾ സൗഖ്യമായി.
ഭൂതാത്മാക്കൾ വിട്ടുപോയി, വലിയ വിടുതലിലേക്ക് വന്നു. ഇന്ന് അദ്ദേഹം അനേക രാജ്യങ്ങളിൽ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന ശക്തനായ ഒരു ദൈവദാസനാണ്. അനേകർ അദ്ദേഹത്തിലൂടെ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം ഇവിടെ ഈ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും പിടിക്കാനുള്ളതിനെ നമ്മൾ പിടിക്കണം. കർത്താവ് പിടിച്ച് പുറത്തെടുത്ത് കളയട്ടെ എന്നുള്ളതല്ല, ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മളൊരു ദൈവ പദ്ധതിയുടെ ഭാഗമായി തീരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കാൽവറി ക്രൂശിൽ അവിടുന്ന് യേശു കർത്താവ് ജയത്തെ നേടിയതാണ്. അതായത് സാത്താന്യ ശക്തികളെ നിരായുധീകരിച്ചിട്ട് ക്രൂശിൽ അവിടുന്ന് ജയം നേടി. ആ ഒരു ജയത്തെ തിരിച്ചറിഞ്ഞ് ആ ജയത്തെ പ്രഘോഷിക്കുന്നവരായി, അല്ലെങ്കിൽ ആ ജയത്തെ ഡിക്ലെയർ ചെയ്യുന്നവരായി ദൈവമക്കൾ മാറി ഇത്തരത്തിലുള്ള സാത്താന്യ ശക്തികളെ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, ഒരിക്കലും പോകാനായിട്ട് പറ്റത്തില്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, എന്നിട്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളണം, ധരിച്ചുകൊള്ളണം. എന്തിനീ എടുക്കുന്നേ? 12-13 വാക്യങ്ങളിൽ പറയുമ്പോൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന്. 2 കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ. അപ്പം എല്ലാം സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കും. പലർക്കും ഉറച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം സർവായുധവർഗം ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ഞാനിത് രണ്ടാമത് പറയാനിരുന്നതാണ്. ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം കേൾക്കണം. ഞങ്ങളും ഒരുപാട് മന്ത്രവാദികളുടെ അരികിൽ, ഒരുപാട് പ്രാർത്ഥനക്കാരുടെ അരികിൽ, പുണ്യസ്ഥലങ്ങളിൽ ഒക്കെ യാത്ര ചെയ്തു പോയവരാണ്. പ്രശ്നത്തിന് പരിഹാരമായി ഒരു പുരാതനമായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് ഞങ്ങൾ. പക്ഷേ ഈ ഒരു നിരന്തരമായ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകും. ആ ദൈവദാസം പറഞ്ഞ അതേ പാമ്പ് ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. കൃപയാൽ ഒരാത്മീക വെളിപ്പാട് ദൈവം തന്നപ്പോൾ, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന പദവികളെക്കുറിച്ച് മനസ്സിലായപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അതിനെ പുറത്താക്കാൻ ദൈവം കൃപ തന്നു. അതുകൊണ്ടാണ് ഇന്ന് ആത്മീകമായി സന്തോഷവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നത്. ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാനൊരു കാര്യം പറയാം. നമ്മളിത് തിരിച്ചറിയണം. ഒന്നാമത്, സാത്താന്യ ശക്തികളെക്കുറിച്ച് തിരിച്ചറിയണം, വ്യക്തമായി മനസ്സിലാക്കണം. രണ്ടാമത്തേത്, തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ നമ്മൾ പുറത്താക്കണം. ഓരോരുത്തരും പുറത്താക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോരുത്തരും പുറത്താക്കണം. ദൈവദാസന്മാരല്ല പുറത്താക്കേണ്ടുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന സഭയല്ല പുറത്താക്കേണ്ടുന്നത്, നിങ്ങൾ പുറത്താക്കണം. കാരണം പുതിയ നിയമത്തിൽ രക്ഷ വ്യക്തിപരമാണ്, ദൈവാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും വ്യക്തിപരമാണ്. അതിനൊക്കെ വിളിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരമല്ല. നാം ആത്മീകമായി ബലപ്പെട്ട് നമ്മൾ ആത്മീക വെളിപ്പാടോടുകൂടി ഇതിനെ മനസ്സിലാക്കുക, വീഴ്ചകൾ സംഭവിച്ച മേഖലകൾ മനസ്സിലാക്കുക, ദൈവവചനം അംഗീകരിക്കേണ്ട അനുസരിക്കേണ്ടുന്ന മേഖലകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, സത്യവചനത്തെ അനുസരിക്കുക, ദൈവകൽപ്പനകളെ അനുസരിക്കുക, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുഭവിക്കുക. ഓക്കെ, നമുക്ക് വളരെ വേഗത്തിൽ എടുത്ത വാക്യത്തിലേക്ക് പോകാം. അതിനോട് വിശ്വസ്തത പുലർത്തണം. ഒന്ന്, സാത്താന്യ തന്ത്രങ്ങളെ തിരിച്ചറിയണം. ഇപ്പം ഞാൻ എൻ്റെ മോനുമായിട്ട് ലുലു മാളിലേക്ക് പോവുകയാണ്. എൻ്റെ മോന് 15,000 രൂപയുടെ ഒരു ടോയ് കാർ എന്നെ കാണിച്ചു, ഒരു ഇലക്ട്രിക് കാർ എന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് ഈ കാറ് വേണം. അപ്പം 2 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് പൈസ ഇല്ല മേടിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ 2, ഇത്രയും പൈസ ചിലവാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഞാനൊരു 1000 രൂപയുടെ ഒരു കാർ മേടിച്ചിട്ടും കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇതും കാറാ, നീ ഇതും കൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അവനും സന്തോഷമായി, സാധനം കിട്ടിയല്ലോ. ഇങ്ങനെ വന്ന് അവൻ ആ കാറും കൊണ്ട് കളിക്കും. അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടിയില്ല, അല്ലെങ്കിൽ അവൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള കിട്ടിയില്ല. കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി. ഇന്ന് ശരിക്കും ആത്മീക മേഖലകളിൽ സംഭവിക്കുന്നത് ഇതാണ്. പ്രയോജനമുള്ളത് പലതും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത നിലയിൽ ആത്മീക സമൂഹങ്ങളിലും കുടുംബങ്ങളിലും
പിശാച് ജനത്തെ ഒതുക്കിക്കളഞ്ഞു, അവരുടെ കണ്ണുകളെ കെട്ടിക്കളഞ്ഞു. അതായത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ പറ്റാതെ അവർ ഒതുക്കപ്പെട്ടു പോയി. ഇത് പൈശാചികമായ വലിയൊരു തന്ത്രമാണ്. ഇനിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. കുറച്ച് വേഗത്തിൽ പോവുകയാണ്, കാരണം ഇത് മണിക്കൂറുകളെടുത്ത് ശുശ്രൂഷിക്കേണ്ട ഒരു വേദഭാഗമാണ്. 15-20 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ മാക്സിമം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളിൽ ഞാൻ ഈ ദൈവവചന ശുശ്രൂഷ നടത്തുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തിന് അപാരമായ ശക്തിയാണുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പല ദൈവവചനവും കേട്ട് അനേക ആൾക്കാർ വിടുവിക്കപ്പെട്ടു. ഒത്തിരി പേര് ദൈവസന്നിധി തീരുമാനങ്ങൾ എടുത്തു. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. അക്രൈസ്തവരായ ആളുകൾ പോലും പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ യേശുവിൻ്റെ സ്നേഹത്തിലേക്കൊക്കെ വന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ കെട്ടുകളെ ദൈവം പൊട്ടിച്ചു ഈ ശുശ്രൂഷയിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ. ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. എന്താ പശ്ചാത്തലം? 1 ശമൂവേൽ 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ശൗൽ ഇസ്രായേലിൻ്റെ രാജാവായി. ഇസ്രായേലിൻ്റെ രാജാവായപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു 3000 സൈന്യത്തെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. അത് അവിടെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. ഈ 3000 സൈന്യത്തെ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ഈ ഒരു സൈന്യത്തെ രൂപീകരിച്ചതിന് ശേഷം ആ അധ്യായം നിങ്ങൾ മുഴുവനും വായിക്കുമ്പോൾ ഫെലിസ്ത്യരെ യോനാഥാൻ ഗിബയയിൽ വെച്ച് ആക്രമിച്ചു. ചെറിയൊരു ആക്രമണമാണ് നടത്തിയത്. ആ ആക്രമണത്തിൽ അവർ ജയിച്ചപ്പം ഇസ്രായേൽ വിചാരിച്ചു ഞങ്ങൾ ജയിച്ചെന്ന്. ഫെലിസ്ത്യർ ചെയ്തത് എന്താണെന്നറിയാമോ? 3000 ഇസ്രായേലിൻ്റെ സൈനികരുടെ സ്ഥാനത്ത് 30,000 രഥങ്ങൾ, അതായത് 10 ടൈംസ് 10 മടങ്ങ് 30,000 രഥങ്ങൾ, 6,000 കുതിരച്ചേവകന്മാർ എതിരെ വന്നു. നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. സാത്താന്യ മേഖലകൾ, പൈശാചിക മേഖലകൾ നിസ്സാരമല്ല. നമ്മൾ എത്രയും ഗൗരവമാകുന്നു അതിനേക്കാൾ ഗൗരവത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും തോറും ചിലത് മുറുകി വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരു പാവം പിടിച്ച ഒരു അപ്പോസ്തോലൻ കാരാഗ്രഹത്തിൽ കിടക്കുക. ആരാണ്? പത്രോസ് അപ്പോസ്തോലൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു മെസ്സേജിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. 16 പട്ടാളക്കാരാണ് ഈ ദൈവദാസനെ പൂട്ടിയിടാൻ, അല്ലെങ്കിൽ ഈ പത്രോസ് പുറത്തു പോകാതിരിക്കാൻ 16 പട്ടാളക്കാരാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് പോലും മുറിപ്പെടുത്താത്തവരല്ലേ? കടാരയില്ല, കുന്തമില്ല, വാളില്ല, പിന്നെ അടിയില്ല, ഗുസ്തിയില്ല, ഇതൊന്നുമില്ല. പക്ഷെ 16 പട്ടാളക്കാർ. 1 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനായി 32 രാജാക്കന്മാർ ഒരൊറ്റ അലയൻസ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആത്മീക വിഷയത്തിൽ നമ്മൾ ഗൗരവമുള്ളവരാകണം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ഈ പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ പഴയ നിയമത്തിലെ ശൗലിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാകാനാ? പക്ഷേ പഴയ നിയമത്തിലെ യുദ്ധങ്ങളെല്ലാം പുതിയ നിയമത്തിലെ ആത്മീക യുദ്ധങ്ങളുടെ നിഴലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയ നിയമത്തിലൊരു വ്യക്തിയോടുമല്ല നമുക്ക് യുദ്ധമുള്ളത്. പക്ഷേ ഈ ഒരു ആത്മീക യുദ്ധത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ദൈവത്തിന് നമുക്കൊരു ജയം തരാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ സ്വയം മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ ഭടന്മാരായി തീരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം ആ ഒരു യുദ്ധത്തിലേക്ക് അഭ്യസിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ ഗഹ്വരങ്ങളിലും പൊത്തുകളിലും ഗുഹകളിലും കടുന്തുക്കായ പാറകളുടെ കീഴിലുമൊക്കെ പോയി ഒളിച്ചിട്ട് ഫെലിസ്ത്യർ ചെയ്തത് എന്താണെന്നറിയാമോ? സകല കൊല്ലന്മാരെയും ഇസ്രായേലിൽ നിന്ന് അങ്ങ് മാറ്റി. അത് എഴുതിയിരിക്കുന്നത് 1 ശമൂവേൽ 13-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലാണ്. ഒരു കൊല്ലന്മാരെയും കാണാനില്ല, വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് കൽപ്പിച്ചു. കണ്ടോ? യുദ്ധം ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, യുദ്ധം ചെയ്യുന്നില്ല. ഇവരെ ഉപരോധിച്ചു. ആയുധം കിട്ടാനൊട്ട് സമ്മതിക്കത്തുമില്ല.
ഈ ചില സമയത്ത് ഡയറക്റ്റ്ലി യുദ്ധം ചെയ്യാൻ പിശാച് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, കരഞ്ഞോ ഉപവസിച്ചോ ഗൗരവമായിട്ട്. പക്ഷെ ഇൻഡയറക്റ്റ്ലി ഉള്ള പല യുദ്ധങ്ങളും നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. പക്ഷെ താഴത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർക്ക് അര ഉണ്ടായിരുന്നു. അതായത് മൺവെട്ടി, മഴു, ഇതൊക്കെ രാകാൻ അവർക്ക് അര ഉണ്ടായിരുന്നു, കൊല്ലനില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവജന സന്ദേശത്തിൽ, നമ്മുടെ മിക്ക മെസ്സേജുകളും കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പം ആ ഒരു ദൈവജന സന്ദേശത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:2 എൻ്റെ വായെ വാത്തലയുള്ള അല്ലെങ്കിൽ മൂർച്ചയുള്ള വാളാക്കി കൈയുടെ മറവിൽ ഒളിപ്പിച്ചു, എന്നെ മിനുങ്ങി അമ്പായി പൂണിയിൽ മറച്ചു വെച്ചു. ദൈവം മൂർച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ദൈവം നമ്മൾ തുരുമ്പിച്ച് കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ മൂർച്ചയുള്ളവരാക്കുമ്പോൾ ശരിക്കും കൊല്ലന്മാരെ ഇല്ലാതാക്കിയാണ് പിശാചിൻ്റെ പദ്ധതി. ഇന്നത്തെ കാലത്തെ ദൈവവചന ശുശ്രൂഷകൾ, പഠിപ്പീരുകളൊക്കെ നമ്മൾ നോക്കിയാൽ ഈ അരത്തിൻ്റെ പരിപാടിയേ ഉള്ളൂ, കൊല്ലന്മാരുടെ പരിപാടിയില്ല. അതായത് ശരിയായ നിലയിൽ ജനത്തെ ഒരുക്കുവാനും ജനത്തെ രൂപാന്തരപ്പെടുത്തുവാനും അവരെ ആത്മീക വെളിപ്പാടുകളിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ദൈവകൃപയെ വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും പൈശാചിക ശക്തികളുടെ മേൽ ജയമെടുക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത് എങ്ങനെയാണെന്നും അവരെ പഠിപ്പിക്കുന്നില്ല. അവരെ ഈ അരത്തിൻ്റെ പരിപാടിയാണ്. അതായത് ആത്മീക അടിമത്വത്തിൽ പോലും നേതാക്കന്മാർ പോലും തളച്ചിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരണം, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും. പക്ഷെ പുതിയ നിയമത്തിൽ ഇത് ആരുടെയും കുത്തകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോൾ ഇത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു വചനത്തിൻ്റെ വെളിപ്പാടുകളിൽ നമ്മൾ മുകളിലേക്ക് കയറുന്നു, അന്നേരം വിടുതലുണ്ടാകും. കൊല്ലന്മാരില്ല, അരവുണ്ട്. ഇന്നും എന്താ, യഥാർത്ഥമായി ഷാർപ്പാക്കുന്ന ആളുകൾ കുറവാണ്. യഥാർത്ഥമായി ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർ ദൈവം തന്ന വെളിപ്പാടിൽ അല്ലെങ്കിൽ ദൈവം ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. വേണമെങ്കിൽ എനിക്കിവിടെ ചർച്ച ഉണ്ട്, കുറച്ചധികം ആളുകൾ ഇവിടെ ആരാധനയ്ക്ക് കൂടുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ആരാധനാ സമയം, വിടുതലിൻ്റെ ശുശ്രൂഷ ഇന്ന സമയം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വേണേൽ കൂട്ടി വരുത്താൻ ഒരു പാടുമില്ല. ഓക്കെ, ദൈവം അയക്കുന്നവർ വരട്ടെ, പലരും വരാറുണ്ട്. പക്ഷെ അതിലുപരി നിങ്ങൾ എവിടെ പോയാലും സത്യവചനത്തിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, ഞാൻ പെട്ടെന്ന് പഴയ ഭാഗത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 22-23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ യോനാഥാനല്ലാതെ കൂടെയുള്ള ഒരു ജനത്തിനും ആയുധങ്ങളില്ലായിരുന്നു. കണ്ടോ? അപ്പോൾ ഈ കൊല്ലനില്ലാതെ ആക്കിയതിൻ്റെ ദൂരവ്യാപകമായൊരു ഫലം എന്ന് പറയുന്നത് ആർക്കും ആയുധമില്ല. ജനമെല്ലാം പള്ളകളിലും അല്ലെങ്കിൽ ഈ ഗഹൂരങ്ങളിലും പള്ളക്കാടുകളിലും ഗുഹയ്ക്കകത്തൊക്കെ കയറി ഒളിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പിശാചിനെ പേടിച്ച്, ശത്രുവിനെ പേടിച്ച് നമ്മൾ ഈ പ്രതിരോധത്തിലേക്ക് വലിയും, അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചിരും. പക്ഷെ എപ്പോഴാണ് ശരിക്കും ഒരു ജയം നമുക്കുണ്ടാകുന്നതെന്നറിയാമോ? നമ്മൾ ആക്രമണത്തിന് മുതിരുമ്പോഴാണ്. പ്രതിരോധത്തിലേക്ക് ഉൾവലിയാതെ ആക്രമണത്തിലേക്ക് നമ്മൾ തയ്യാറാകുക, സ്ഥിരതയോടെ എതിർത്തു നിൽക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഒരൊറ്റ വാക്യത്തിൽ, ഒരു വാക്യത്തിൽ ദൈവസഭയുടെ പണി നടക്കും. അത് ശരിക്കും ഒരു യുദ്ധമാണ്. അതുകൊണ്ടല്ലേ ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി എന്നോട് കൂടെ കഷ്ടം സഹിക്കാനായിട്ട് പറയുന്നത്. ഒടുവിൽ അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടണമെന്ന് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തിനാ? ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ശക്തിപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എഫേസ്യ ലേഖനം നന്നായി പഠിക്കണം. നമ്മുടെ വിഷയമല്ല, അടുത്ത ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. 1-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ ക്രിസ്തുവിൽ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറച്ചു. 1-ാം അധ്യായത്തിൻ്റെ ഒരു 14-15 വാക്യങ്ങളിൽ വരുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവശക്തിയെ തിരിച്ചറിയാൻ നമുക്കിടയാകണം. ഇതെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ വന്നിട്ട് പറയുക, സ്തോത്രം, പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊന്നും ഉള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ശക്തിപ്പെടണം, സർവായുധ വർഗം എടുക്കണം, ധരിക്കണം. ആര് ധരിക്കണം? ധരിപ്പിക്കുമെന്നല്ല, കർത്താവ് നിങ്ങളെ എടുപ്പിക്കുമെന്നല്ല, ധരിപ്പിക്കുമെന്നല്ല, നീ ധരിക്കാൻ തയ്യാറാകണം. അതായത് ഷോർട്ടായി പറഞ്ഞാൽ, കാൽവറി ക്രൂശിൽ കർത്താവ് നേടിയെടുത്തൊരു വിജയമുണ്ട്. ആ വിജയം രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ
പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് വരുമ്പോൾ ആ വിജയത്തെ ഡിക്ലെയർ ചെയ്യുന്നവരായി മാറണം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ നാമത്തിൽ അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, ഭൂതങ്ങളെ പുറത്താക്കും. ദൈവത്തിന് സ്തോത്രം. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം ഉണ്ടാകും. ഈ ആൾക്കാർ വിചാരിക്കുന്ന ഈ സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര പേര് പാമ്പിനെ പിടിച്ചെടുക്കുന്നുണ്ടെന്ന്. എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് കേട്ടോ. പാമ്പിനെ പിടിക്കാൻ ഞാൻ പോയിട്ടില്ല, കാരണം ഞാൻ പാമ്പ് പിടുത്തക്കാരനല്ല. പാമ്പിനെ പിടിക്കുന്നത് ബാബാ സുരേഷിനെ പോലെയുള്ളവരാണ്. വേദപുസ്തകത്തിൽ പാമ്പിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ വീടുകളിലും തോറും കയറി മൂർഖനെ അണലിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളല്ല. വചനത്തെ ആത്മീക വെളിപ്പാടിൽ മനസ്സിലാക്കണം. ഈ സർപ്പം എന്ന് പറയുന്നത് ഈ അയ്യത്തോടെ പോകുന്ന പാമ്പല്ല, പൈശാചിക ശക്തിയാണ്. സ്തോത്രം. അതിനെ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഡയറക്റ്റ്ലി ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. ഞാൻ 4, 5, 6, 7 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ആ വീട്ടിൽ നിന്ന് തിരികെ വരുമ്പോൾ ഒരു വാരിമൂർഖൻ എൻ്റെ 2 വീലറിൽ കയറി എൻ്റെ കയ്യെ കയറിയിരുന്നു. അതെന്നെ കടിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള എത്രയോ ദൈവദാസന്മാരുടെ സംഭവങ്ങളുണ്ട്. പിന്നീട് ആ കുടുംബത്തിന് വലിയ വിടുതലും ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ആൾക്കാർ ചിന്തിക്കുന്ന സർപ്പത്തെ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദൈവദാസന്മാരെല്ലാം വീടുകളിൽ പോയി അണലിയെയും മൂർഖനെയൊക്കെ പിടിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ആളുകളായിട്ടാണ് ചിലർ കരുതുന്നത്. ആത്മീയ വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. വചനത്താൽ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം പാമ്പ് പിടുത്തക്കാരായിരുന്നു. എന്തേ ഇവർ ധരിക്കുന്നതെന്ന് മനസ്സിലാകില്ല. എന്നാൽ മെലീത്തയിൽ അദ്ദേഹം പിടിച്ചെന്നല്ല, കൈക്ക് പറ്റിയെന്നാണ്. കൈക്ക് പറ്റി കുടഞ്ഞു കളഞ്ഞു. ആ ദ്വീപ് വിടുവിക്കപ്പെട്ടു. അപ്പോൾ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. അപ്പം ശരിക്കും ഈ കൊല്ലനെ കാണാനില്ലായിരുന്നു, ആയുധങ്ങളില്ലായിരുന്നു. പക്ഷേ യോനാഥാൻ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? യഹോവ അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആയുധവാഹകനുമായിട്ട് ബന്ധപ്പെട്ട് ശൗലിനോട് പോലും പറയാതെ അദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു. ആ സ്റ്റെപ്പ് എടുത്ത് ഒരടയാളം വെച്ചു. ഞാനത് എപ്പോഴെങ്കിലും വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം പോയി, ആ ഒരൊറ്റ വ്യക്തി കാരണം ഇസ്രായേലിന് ജയം ഉണ്ടായി. കണ്ടോ? വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നടക്കും. അതായത് മനസ്സിലാക്കുക, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ തിരിച്ചറിയണം, എൻ്റെ അകത്ത് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്, എൻ്റെ അകത്ത് ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്, ഒരു ദൈവകൃപ എൻ്റെ മേൽ തന്നിട്ടുണ്ട്, സർവായുധവർഗം എടുക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. എന്നും കരഞ്ഞ് നിലവിളിച്ചും അയ്യോ വയ്യായേ എന്നൊന്നും പറഞ്ഞിരിക്കാനുള്ളവരല്ല നമ്മൾ. പ്രതിരോധത്തിലേക്ക് പോവുകയല്ല. പ്രതിരോധത്തിലേക്ക് പോകുന്തോറും നമ്മൾ ഒതുക്കപ്പെടുകയാണ്. സ്തോത്രം. ശത്രുവിൻ്റെ ഒളിത്താവളങ്ങളിൽ കടന്നാക്രമണങ്ങൾ നടത്തുക. എങ്ങനെ നടത്തണം? സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടി തീയിൽ കിടക്കുന്ന ചിലതിനെ ഈ നാളുകളിൽ വലിച്ചെടുക്കുവാൻ തക്കവണ്ണം കൃപ നമ്മൾ പ്രാപിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആഴമായൊരു വിശുദ്ധ ജീവിതം നിലനിർത്തിക്കൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നുള്ളതാണ്. അത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പഴയ നിയമത്തിലെ ഈ യുദ്ധങ്ങൾ പുതിയ നിയമത്തിലെ ആത്മീക യുദ്ധത്തിന് നിഴലാണ്. യുദ്ധം ചെയ്യാത്തിടത്തോളം ഒരിക്കലും നമുക്ക് ജയമില്ല. അതുകൊണ്ടാണ് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുക. ഈവിൾ ഡേയ്സ് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ദുർദിവസമുണ്ട്. ഇതൊരു അന്ത്യകാല പ്രവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ദുർദിവസമുണ്ട്. ആ ഒരു ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണമെങ്കിൽ, എല്ലാം കഴിയുമ്പോഴും ഉറച്ചു നിൽക്കണമെങ്കിൽ സർവായുധവർഗം എടുത്തുകൊള്ളുക. അവിടെ പ്രതിരോധത്തിനും ആക്രമണത്തിനുമുള്ള ആയുധങ്ങളുണ്ട്. പ്രതിരോധം മാത്രമല്ല, നമുക്ക് പ്രതിരോധമേ ഉള്ളൂ, ഇല്ലേ? നമ്മളെ ഉപദ്രവിക്കാൻ വരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ഒതുക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ഗഹൂരങ്ങളിലും പള്ളകളിലും എല്ലാം ഒളിച്ചു.
30,000 സൈനികർ വന്നിട്ട് ഫെലിസ്ത്യർ ആക്രമിക്കുന്നില്ല, പക്ഷെ ഒതുങ്ങിയിരിക്കുക. ഇതാണ് റിയാലിറ്റി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ധാരാളം ചിന്തകൾ എൻ്റെ മനസ്സിൽ തരുന്നുണ്ട്. എത്ര നാൾ ഒതുങ്ങും? AD 70 തീത്തോസ് കൈസർ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി യെരുശലേമിനെ എങ്ങനെയാണ് നശിപ്പിച്ചതെന്നറിയാവോ? 6 മാസത്തോളമാണ് യെരുശലേമിനെ ഉപരോധിച്ചത്. ആക്രമിച്ചില്ല, ഉപരോധിച്ചു. അതായത് ഇവർ ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി. ആക്രമിക്കുന്നില്ല, ഉപരോധിക്കുക. ദീർഘനാളുകളിലെ സാത്താന്യ ഉപരോധങ്ങൾ പരാജയത്തിലേക്ക് വഴിവെക്കും. ഇതൊരാത്മീക രഹസ്യമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ സംഭവിക്കുന്നത് തലമുറകൾ നഷ്ടപ്പെട്ടു പോകും, ദൈവിക വിടുതലുകൾ അനുഭവിക്കാൻ കഴിയാതെ പോകും. ദൈവം നമ്മളെ പടയാളികളായിട്ടാണ്. പടയാളികൾ പ്രതിരോധിക്കാൻ മാത്രമല്ല, ആക്രമിക്കാൻ കൂടെയുള്ളവരാണ്. ഒരിക്കൽ ഒരു ഫ്രഞ്ച് ജനറലിനോട്, ഒരു യുദ്ധത്തിലൊക്കെ ജയിച്ച് അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഫ്രഞ്ച് ജനറലിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. യുദ്ധത്തിൽ വിജയിക്കാനുള്ള മാർഗം എന്താണ്? ഫ്രഞ്ച് ജനറൽ, ഒത്തിരി വിജയം നേടിയെടുത്ത ഈ ഫ്രഞ്ച് ജനറൽ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്: ശത്രുവിൻ്റെ ബലഹീനതകളെ കണ്ട് കടന്നാക്രമിക്കാൻ തയ്യാറാകുന്നവർ മാത്രമേ യുദ്ധത്തിൽ ജയിക്കത്തുള്ളൂ. അതായത് പ്രതിരോധിക്കാൻ മാത്രം ശ്രമിച്ചാൽ ഒരിക്കലും ജയിക്കില്ല. ഇപ്പം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഇറാൻ എന്താ ചെയ്തത്? അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഇസ്രായേലിന് നിമിഷ നേരം കൊണ്ട് ഇറാനെ തറ പറ്റിക്കാൻ പറ്റും. പക്ഷേ ഇറാൻ ബുദ്ധിപൂർവ്വം ചെയ്തത് എന്താ? അമേരിക്ക സഹായം ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ബുദ്ധിപൂർവ്വം ഹോർമൂസ് അടച്ചു, ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തു പറ്റി? രാജ്യാന്തര തലത്തിൽ അമേരിക്കയ്ക്ക് സമ്മർദ്ദമായി, ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്മാറി. തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നവർ മാത്രമേ യുദ്ധത്തിൽ ജയിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വിജയകരമായ ആത്മീയ യുദ്ധങ്ങൾ നമുക്ക് നയിക്കാനായിട്ട് പറ്റും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഈ ഒരു ദൈവജന ശുശ്രൂഷ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.